ഗുണാസ്, യോഗ, ആയുർവേദം തുടങ്ങിയ ഇന്ത്യൻ ദാർശനിക, ആത്മീയ പാരമ്പര്യങ്ങളിൽ ഗുണങ്ങൾ എന്നറിയപ്പെടുന്ന 3 അടിസ്ഥാന കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ സ്വഭാവം, പെരുമാറ്റം, കഴിവുകൾ എന്നിവ രൂപപ്പെടുത്തുന്നു. ഈ ഗുണങ്ങൾ ഇവയാണ്: സത്വ, ശുദ്ധി, ജ്ഞാനം, സമാധാനം, ആഗ്രഹങ്ങളുടെ നിറവേറ്റൽ എന്നിവ പ്രതിനിധീകരിക്കുന്നു. ഇത് സന്തുലനവും ഐക്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രജസ്, ആവേശം, പ്രവർത്തനം, ഉത്തേജനം എന്നിവയാൽ സ്വഭാവപ്പെട്ടിരിക്കുന്നു. ഇത് ആഗ്രഹത്താൽ പ്രചോദിതമാകുന്നുവെങ്കിലും പലപ്പോഴും സമ്മർദ്ദവും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നു. തമസ്, നെഗറ്റിവിറ്റി, മന്ദത, ആശയക്കുഴപ്പം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അനാസ്ഥയും വിനാശകരമായ പ്രവണതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഗുണങ്ങൾ നമ്മുടെ ചിന്തകളെയും പ്രവണതകളെയും സ്വാധീനിക്കുന്നു. ഇവയിൽ സന്തുലനം നേടുന്നത് വ്യക്തിവികാസത്തിനും സുഖത്തിനും അത്യന്താപേക്ഷിതമാണ്. യോഗ സത്വ വളർത്താനും രജസ്, തമസ് എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു. ഇത് കൂടുതൽ സമാധാനവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നു. ഗുണാസ് എന്ന പദം അതിൻ്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. G ഫോർ ഗുഡ്നെസ്, നന്മ, പോസിറ്റിവിറ്റി, കരുണ, നീതി, സത്യം എന്നിവ പ്രതിനിധീകരിക്കുന്നു. U ഫോർ യൂണിറ്റി, ഐക്യം, സന്തുലനവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നു. N ഫോർ നാച്ചുറൽ, പ്രകൃതി, യഥാർത്ഥതയും പ്രകൃതിയുമായുള്ള യോജിപ്പും സ്വീകരിക്കുന്നു. A ഫോർ അവയർനെസ്, ബോധം, ചിന്തയും സ്വയം പരിശോധനയും ഉൾപ്പെടുന്നു. S ഫോർ സെറനിറ്റി, ശാന്തി, ആന്തരിക സമാധാനം, മാനസിക സ്പഷ്ടത, വൈകാരിക സന്തുലനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. സംഗ്രഹമായി പറഞ്ഞാൽ, ഗുണാസ്, സത്വ, രജസ്, തമസ് ഇത് ഇന്ത്യൻ ദാർശനികത്തിലെ പ്രധാന ആശയങ്ങളാണ്. അവ ജീവിതത്തെ സ്വാധീനിക്കുന്നു. യോഗയിലൂടെ സത്വ വളർത്തിയും ഈ ഗുണങ്ങളിൽ സന്തുലനം നേടിയും വ്യക്തിവികാസവും നിറവേറ്റലും നേടാൻ കഴിയും. നന്ദി.